ഭയങ്കര ചൂട്. ഓക്കെ, ഈ ചൂടത്തൊരു കുഞ്ഞ് വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് എല്ലാവരും ഈ വ്ളോഗ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഇനി മുതൽ ഓരോരോ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓരോരോ വീഡിയോസ് കാണാം. എൻ്റെ ഞാൻ ക്യൂട്ട്നെസ് ഇട്ടതല്ല കേട്ടോ, അത് എക്സ്പ്രഷൻ വന്നു പോയതാ. ഓക്കെ. ആൻഡ് ഞാനൊരു സാധനം ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയായിട്ട് വന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോൾ വരും അതിൻ്റെ ക്യൂരിയോസിറ്റിയിട്ട് ഇവിടെ നിൽക്കുവാണ്. ആൻഡ് പിന്നെന്താ പറയുക, ഈ കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ലോഗ് തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എന്ത് ചെയ്യാം, എന്താ നടക്കുന്നേ എന്നൊരു തോന്നല. എന്താ നടക്കുന്നേ നമ്മുടെ ഹാഷറിന്റെ ഡയലോഗ് മാതിരി. എന്താ നടക്കുന്നേ. എവിടെ പോയിരുന്നു ഈ ഒരു കൊല്ലം ആലോചിക്കാൻ പറ്റും. ഇറ്റ്സ് സോ കുറേ ട്രാജഡിയും കുറേ കാര്യങ്ങളും കുറേ സ്ട്രെസ് ലൈഫും ഒക്കെ ആയിരുന്നു. ആൻഡ് നമുക്കിനി മുന്നോട്ട് ഉള്ള കാര്യം ആലോചിച്ചാൽ പോരെ? അതോ 1 ഇയറിലുള്ള കാര്യം കേൾക്കണോ? 1 ഇയറിലുള്ള കാര്യം കേൾക്കണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അപ്പം ഞാൻ 1 ഇയറിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അല്ല, താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ലീവ് ഇറ്റ്. നമുക്ക് മുന്നോട്ടുള്ള കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാം. സോ അപ്പോൾ ഞാൻ ഇനി മുതൽ നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇനി കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പേ ഷെയർ ചെയ്തില്ല, അത് വലിയ ഒരു നഷ്ടമായിരിക്കും എനിക്ക്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ ചെയ്യേണ്ട ആവശ്യം നിങ്ങളുടെ അല്ലേ. അപ്പം നിങ്ങളും കൂടെ കാണുമ്പോഴത്തേക്കും ഒരു ഹാപ്പിനെസ് ഫീലിംഗ് ഉണ്ടാവും. സോ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഓൺ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റയിലും ഉണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ കാണാം, അബീശ്രീ എന്നാണ് പേര്. ഷെയർ ചെയ്യുമായിരിക്കുമല്ലേ. 1 ഇയറിന് ശേഷം ഞാൻ വിചാരിച്ചു സംതിങ് നമുക്ക് കുക്ക് ചെയ്യാം എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇതുവരെ കുക്ക് ചെയ്തിട്ടൊരു വ്ളോഗോ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ബിക്കോസ് എനിക്കധികം കുക്കിംഗ് സ്കിൽസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിഗിനേഴ്സിനൊക്കെ കുക്കിംഗ് സ്കിൽസ് കാണത്തില്ല. ഈവൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു കുക്കിംഗ് വീഡിയോ തന്നെ ഉണ്ടാക്കാം. സോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള സാധനമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. സോ അത്രയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയാലോ. ഇതാണ് അപ്പം എൻ്റെ അടുക്കള. ദിസ് മൈ കിച്ചൺ. അത്ര വലിയ കിച്ചണൊന്നും അല്ല, കുഞ്ഞ് കിച്ചൺ. നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എഗ്ഗും ബ്രെഡും കൂടെ നമുക്ക് ചേർക്കണം. സോ എനിക്ക് തോന്നുന്ന ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്താണ് സംഭവം എന്ന്. യെസ്, അതൊരു എഗ് കട്ട്ലേറ്റ് എന്ന രീതിയിൽ വേറെ എന്തോ ഒരു പേരും കൂടെ പറയും കേട്ടോ. ഈ എഗ് കട്ട്ലേറ്റ് അല്ലാതെ വേറെന്തോ കപ്സയോ സംതിങ് ലൈക്ക് ദാറ്റ് എഗ്ഗ് വെച്ചുണ്ടാക്കുന്നത് കൊണ്ട് അങ്ങനത്തെ എന്തൊരു പേരുണ്ടാവും. എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന രീതിയിൽ അത് എഗ് കട്ട്ലേറ്റ് എന്ന രീതിയിലാണ് സംഭവം. എന്ന് വെച്ചാൽ ഈവനിങ് ആവാറായി. ഇപ്പം ഇവിടെ ഒരു 3:30-4 മണി ആവാറായി. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് അമ്മയുടെ വർക്ക് കഴിഞ്ഞിട്ട് അമ്മ വരും. അപ്പോഴത്തേക്കും ഒരു നല്ല അമ്മയ്ക്ക് എത്ര ചൂടായാലും ചൂട് ചായയും ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കുന്ന ആൾക്കാരുണ്ടോ? എൻ്റെ അമ്മയും അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ്. ആ ഒരു കാറ്റഗറിയിൽ കുറേ പേര് കാണും. എനിക്കും ഇപ്പം മനസ്സിലാവുന്നുണ്ട്. സോ നമുക്കപ്പോൾ കുക്ക് ചെയ്താലോ. വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇടണം. അപ്പം ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. സംഭവം ഇത് കാണിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി പാർട്ട് ഞാൻ കണ്ടില്ല. ഞാനിപ്പം കുക്കറിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങാണ് ഞാനായിട്ട് വേവിക്കാൻ വച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുട്ട വേവിക്കണം. അപ്പോൾ ഞാൻ 2 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ 2 മുട്ട നമ്മൾ വേവിക്കാൻ പോവുകയാണ്. ഈ 2 മുട്ടയിൽ ആദ്യം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ 2 നമുക്ക് എന്ത് ചെയ്യാം, 2 നമുക്ക് കട്ട് ചെയ്തിട്ട് ഹാഫ് ആയിട്ട് വെച്ച് ഞാൻ വേർക്കുകയാണ്. വേറെ ഒന്നും വിചാരിക്കേണ്ട, ഞാൻ അത്രത്തോളം ചൂടെടുത്ത് നിൽക്കുവാണ്. അതിൻ്റെ ഒരു ഇതാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. അത്രമാത്രം ചൂട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാ
എന്നും കൂടെ എന്നോട് ഷെയർ ചെയ്യേ, ഈ കമൻറ്റ്. അപ്പോൾ ഈ 2 മുട്ട എടുക്കുക, നമുക്ക് വേവിക്കാം. എന്നിട്ട് നമുക്ക് 4 പാർട്ടായിട്ട് കട്ട് ചെയ്യാം. അതിനെ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ഫില്ലിങ്സ് കൂടുതൽ വിട്ടിട്ട് നമുക്ക് അത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് കൂടുതൽ കിട്ടും. മീൻസ് കുറച്ചധികം കിട്ടും. മറ്റത് 2 കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുഞ്ഞതായെങ്കിലും കുറച്ച് നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതെല്ലാം ഞാൻ പറയുന്നു, ഫസ്റ്റായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ വരുമെങ്കിൽ. എൻ്റെ ഒരു ധാരണ വെച്ച് നല്ല രീതിയിൽ വരും എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. നമുക്ക് ആ കോൺസെപ്റ്റ് തന്നെ അങ്ങ് പോവാം. നിങ്ങൾക്ക് ഇന്നലെ സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ ഞാൻ കാണിച്ചില്ലേ, അത് എൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ സ്മാഷ് ആയി, നല്ല പേസ്റ്റ് പോലെ. ഭയങ്കര പേസ്റ്റ് ആവേണ്ട, ജസ്റ്റ് ഒരു മീഡിയം ടെക്സ്ചർ ആകുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് അടുത്തത് ജിഞ്ചർ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഇച്ചിരി കൂടിപ്പോയി. നമുക്ക് മീൻസ് പൊട്ടേറ്റോ കുറച്ചേ ഉള്ളൂ, ഞാൻ കുറച്ച് കൂടുതലെന്ന് വിചാരിച്ചു. ആൻഡ് ആവശ്യത്തിന് മുളക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി സ്പൈസി ഇട്ടിരിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ആൻഡ് കുറച്ച് പച്ചക്കൊത്തമല്ലി വരിക നല്ലപോലെ. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. സോ 2 കൂടെ മിക്സ് ചെയ്യാണ്. ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പൊടിയൊക്കെ ആഡ് ചെയ്യണം. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നത് മീൻസ് ആദ്യമായിട്ട് ഇങ്ങനത്തെയൊക്കെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു സന്തോഷം, എനിക്കൊണ്ടൊക്കെ പറ്റുമല്ലേ എന്ന രീതിയിലുള്ളൊരു സന്തോഷം. നമ്മളൊക്കെ നമ്മുടെ അമ്മമാർക്ക് കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഫീൽ വേറെയാണ്. മീൻസ് നമ്മുടെ പാരൻസിനൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവർ കുക്ക് ചെയ്ത് നമുക്ക് തരുന്നത് ഇറ്റ്സ് വേറെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മൾ കുക്ക് ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അടിപൊളിയാണ്. അപ്പോൾ അവരതിൽ പറയും, എൻ്റെ അമ്മ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുത്താലും അമ്മ പറയും കൊള്ളാം നല്ല രസമുണ്ട്. എല്ലാവരുടെ മൂവ്മെൻ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പറയും എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പറയത്തില്ല. പിന്നെ ഞാൻ ഇരുന്ന് ആ കുറ്റം കണ്ടുപിടിച്ച് എടുക്കണം, അതാണ് ടാസ്ക്. അപ്പോൾ നമുക്ക് നല്ല പോലെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്പൂണിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കയ്യിൽ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഇറ്റ്സ് അപ് ടു യു ഗൈസ്. ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനിയും വെറൈറ്റി ഇതുപോലത്തെ ആയിരിക്കത്തില്ല, കുറച്ചും കൂടെ നല്ല വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടുന്നത്. അപ്പം ഞാൻ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസത്തിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ പിന്നെ വിചാരിച്ചു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ കുറച്ചധികം പ്രോഡക്ട്സ് എത്തിയിട്ടുണ്ട്. അപ്പം എനിക്കത് കാണിക്കണം. എനിക്കിപ്പം വല്ലാത്ത അസുഖമാണ് കേട്ടോ. എനിക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്ത് കാണിക്കുന്നതെന്നൊക്കെ മൈൻഡ് സെറ്റ് വന്നു തുടങ്ങി. അപ്പം മുമ്പൊന്നും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റൊക്കെ വന്നു തുടങ്ങി. എന്താണ് എന്നറിഞ്ഞൂടാ, നിങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ഇതിൽ സ്മാഷ് ചെയ്ത് വെച്ചേക്കാണ് പൊടിയുണ്ട്. ഓരോ പൊടികളായിട്ട് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, ജീരകം, ഉപ്പ് ആൻഡ് അത്ര ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫൈനൽ സ്റ്റേജിലോട്ട് എത്താറായി. അപ്പോൾ നമ്മൾ വച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഉണ്ട്, എഗ്ഗ് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, മീൻസ് ഇത്രയും തിന്നായിട്ട് ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടെ ഫില്ലിങ്സ് കിട്ടും. ആൻഡ് മുട്ടയുണ്ട്, ദെൻ ബ്രെഡ് ക്രംസ് ഉണ്ട്, കണ്ടോ. ഇതിൽ വച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് പീസ് എടുക്കുക. ഇത് നേരത്തെ ഞാൻ സെക്കൻഡാണ്, ഫസ്റ്റത്തെ കാണാൻ പറ്റിയില്ല. ഞാൻ കുഞ്ഞു പീസ് എടുക്കുന്നു, ജസ്റ്റ് ഒരു ബോളാക്കുക. എന്നിട്ട് ഇതിനകത്ത് എഗ്ഗ് വയ്ക്കണം, വയ്ക്കുക. ഓക്കെ,
റോൾ ചെയ്ത് ഈ ഒരു ബോളായി. നമുക്കിതിൻ്റെ ഈ മുട്ട ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് ബാറ്ററിൽ മുക്കി ഇത് വച്ചു. ഇത്രയും വലിയൊരു ബോൾ ആവുമ്പോഴത്തേക്കും വെക്കാം. ഓക്കെ അല്ലേ? നമുക്കിപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് വച്ചു കൊടുക്കാം. ഞാൻ കുറേ പച്ചായിരുന്നു. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കെല്ലാം തീർക്കാൻ പറ്റും. വച്ചു. അങ്ങനെ ഫൈനലി നമ്മുടെ ഈ കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നറല്ലേ, അപ്പോൾ ഇതൊക്കെ തന്നെ അടിപൊളിയായിരിക്കും. ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്, നല്ല രീതിക്ക് ചൂടുണ്ട്. കണ്ടോ, നല്ല രീതിക്ക് ചൂടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ട് കഴിക്കാം. ആൻഡ് ക്ഷമയില്ല. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. നല്ല ആവി പറന്ന് കാണുന്നുണ്ട്, നിങ്ങൾ കണ്ടുകൂടല്ലേ? നല്ല ചൂടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എനിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ കെച്ചപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിരിക്കും. കെച്ചപ്പ് പിടിക്കില്ല. ഞാൻ വിഷു ഇത് വെച്ച് കഴിക്കാം. നൈസായിട്ടുണ്ട് കേട്ടോ. നല്ല ഈ ചൂടുന്ന് ആറിയിട്ട് വേണം നല്ലതൊന്ന് ആസ്വദിച്ച് കഴിക്കാം. ഈ ചൂടാറണ്ടേ, പക്ഷെ അതിന് എനിക്ക് വെയിറ്റ് ഇല്ല. ഞാൻ മിക്കവാറും കഴിക്കും. അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ട് ഇനി കഴിക്കും. നൈസാണ്. ഫ്രൈഡ്. ഡു ട്രൈ ഇറ്റ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറ. ബിക്കോസ് ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രയും കൊള്ളായിരിക്കുമെന്ന്. അടിപൊളി ആയിട്ടുണ്ട്, അടിപൊളി സാധനം. കഴിക്കാൻ പറ്റണ്ട. നല്ല ക്രിസ്പി. ഈ ചൂടിൻ്റെ ആ സംഭവം ഇല്ലായിരുന്നെങ്കിൽ അടിപൊളി സാധനം. മസ്റ്റ് ട്രൈ ഔട്ട്. അടിപൊളി സാധനം. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ഒരു സംതൃപ്തി ആയിട്ട് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോകാൻ വയ്യ. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കാം എന്ന രീതിയിലായി, പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം എന്ന രീതിയിലായി. അപ്പോൾ ആ ഒരു ആശയം ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സത്യം പറയുള്ളൂ, അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ടേസ്റ്റുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. എന്നിട്ട് കമൻറ്റ് ചെയ്യും. എന്തെങ്കിലും ഞാനിപ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ ചെയ്യാം. ആസ് എ ബിഗിനറായിട്ട് ഞാൻ കുക്ക് ചെയ്തത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പാടുകളും കഷ്ടപ്പാടുകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കാണും. നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ടതല്ല, മൈൻഡ് ചെയ്തിട്ട് പറയുക. ഇപ്പോൾ ഞാൻ കമൻറ്റ് വായിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലത്തെ കുറേ അധികം വീഡിയോസ്, ഇത് മാത്രമല്ല കുറേ അധികം നല്ല നല്ല വീഡിയോസും ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. സോ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡു വാച്ച് മൈ വീഡിയോസ് ഓൺ അബീശ്രീ ഓൺ യൂട്യൂബ്. ഓക്കെ, ടാറ്റാ.